യാത്ര ബസ്സിലാണ്. 2 യൂറോ ആണ് ബസ്സിന് ഇവർ ചാർജ് ചെയ്യണത്. നാട്ടിലത്തെ 200 രൂപയാണ് മിനിമം. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. ഞാൻ ആദ്യമൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും അവസാനം ചെല്ലുക, ഏറ്റവും ആദ്യം പുറത്തിറങ്ങുക, അങ്ങനെയായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് എല്ലാ ദിവസവും ഒരേപോലെ കാണുന്നത്, ഒരേപോലെ പ്രാർത്ഥിക്കണത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എല്ലാത്തിനും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലായത്. അച്ഛനും മറ്റേ ആൾത്താര സംഘ പിള്ളേരും എല്ലാവരും കൂടെ ആൾത്താരയിലേക്ക് വരുന്നത് സ്വർഗത്തിൽ നിന്ന് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ സൂചിപ്പിക്കുന്നെന്നും, അതേപോലെ വചനവേദി എന്ന് പറഞ്ഞ ബേമ എന്ന് പറയണ നമ്മുടെ സുവിശേഷമൊക്കെ വായിക്കുന്ന ഭാഗങ്ങൾ ഈശോയുടെ പ്രഭാഷണങ്ങളെ സൂചിപ്പിക്കുന്നു. പിന്നെ അപ്പവും വീഞ്ഞും എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഒരു മേശ ആൾത്താരയുടെ അടുത്തുള്ളത്, അത് ഗദസ്മൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കണേനും അവിടുന്ന് കാസിം ബീലാസായിട്ട് അച്ഛൻ ആൾത്താരയിലേക്ക് വരുമ്പോൾ കാൽവരി യാത്രേനെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ കാസിം ബീലാസിൻ കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിച്ച് കഴിയുമ്പോൾ അത് ഈശോയുടെ കുരിശുമരണത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. അത് പിന്നെ മൂടി വയ്ക്കുമ്പോൾ അത് ഈശോയുടെ കല്ലറയിൽ സംസ്കരിച്ചതിനെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അത് മടക്കി വയ്ക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞിട്ട് കല്ലറയിൽ അവശേഷിച്ച കച്ചേനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഈശോയുടെ സമാധാനം നമ്മൾ അച്ഛൻ ആൾത്താരയിൽ നിന്ന് സമാധാനം നമ്മുടെ കൈകളിലേക്ക് കൈമാറുമ്പോൾ അത് ഈശോയുടെ സമാധാനം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തണ പോലെയാണ് ഓരോ കൈകളിൽ നിന്ന് ഓരോ കൈകളിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങി നമ്മളിലെത്തണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പരിശുദ്ധാത്മാവിനെ വിളിച്ച് റൂഹാഷണ പ്രാർത്ഥനയും, അച്ഛൻ അതിനു മുമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്ന അച്ഛൻ്റെ ബലഹീനതകൾക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ബലികർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ അയോഗ്യനാണെന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറയാനുള്ള പ്രാർത്ഥന, സ്ലേഹന്മാരും പരിശുദ്ധ കന്യാമറിയത്തിനും വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥന, അതേപോലെ മരിച്ചവരും ജീവിക്കുന്നവരും ഓർമ്മപ്പെടുത്തുന്ന പ്രാർത്ഥന. അത് കഴിഞ്ഞ് അച്ഛൻ ഈശോ മറ്റേ പരിശുദ്ധ കുർബാന അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റി ഉയർത്തിപ്പിടിക്കുന്ന തിരുവോസ്തി രണ്ടായിട്ട് മുറിക്കണത് ഈശോയുടെ കുരിശുമരണവും, അതേപോലെ തന്നെ അത് രണ്ടായിട്ട് മുറിച്ച് കഴിയുമ്പോൾ ഈശോയുടെ മരണത്തിനെയും സൂചിപ്പിക്കുന്നു. അത് വീണ്ടും വീഞ്ഞിൽ മുക്കി വീണ്ടും ഉയർത്തിപ്പിടിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റതിനെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളത് നേരെ വരിയായിട്ട് നിന്ന് അത് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളതിന് പാപികളാന്ന് പറഞ്ഞ് പാപമോചനത്തിനും കാരുണ്യക്കായിട്ടും യാചിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സ്വർഗത്തിലെ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ലയനായിട്ട് നിന്ന് നമ്മൾ കുരിശാകൃതിയിൽ കൈപിടിച്ച് അത് സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് സമാപനാശീർവാദവും, ഇത് നമ്മൾ ഈശോനെ സ്വീകരിച്ച് ഈശോയുടെ ഭാഗമായി ഈശോയായി എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് വിടവാങ്ങൽ ശുശ്രൂഷ. അങ്ങനെ അതിനൊക്കെ പ്രത്യേകം അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുർബാന വല്ലാത്തൊരു അനുഭവമായിട്ട് മാറിയത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിവിടെ ഗ്രീക്ക് കുർബാന കിട്ടാനുള്ളൂ. വീടിൻ്റെ അടുത്ത് ഒരുപാട് കുർബാനകൾ കിട്ടാനുണ്ടായ സമയത്തൊന്നും കുർബാനയ്ക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ അതിന് അവസരം ഉണ്ടായില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പരമാവധി കുർബാനയ്ക്ക് പോകാനൊക്കെ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രദക്ഷിണങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഒന്നിനാണ്. പിന്നെയാണ് മനസ്സിലായ ഈശോനെ കേന്ദ്രബിന്ദുവാക്കിയിട്ട് ആണ് പള്ളിയിൽ ചുറ്റും പ്രദക്ഷിണം നടത്തുന്നത്. നമ്മൾ ഈശോയുടെ ആ ചുറ്റുവലയത്തിലാണെന്നും ഈശോ ആണ് നമ്മുടെ കേന്ദ്രബിന്ദു എന്നും മനസ്സിലാക്കാനാണ് ഈ പ്രദക്ഷിണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പള്ളിയിലും പള്ളി ചുറ്റും പള്ളിയുടെ പുറത്തൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ വെറുതെ അല്ല നമ്മുടെ തിരുസഭയിലെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ഇതാണെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ യാത്രയും അവസാനിക്കാറായി. അപ്പോൾ ഈ അറിവുകളൊക്കെ എനിക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഇതിൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അറിവുള്ളവരൊക്കെ അത് തിരുത്തി തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.